ഖത്തറിൽ ഇനി ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ പഠനം മുടങ്ങില്ല. സ്കൂളുകളിലെ ഈവനിംഗ് ബാച്ചിന് പുറമെ ഹോം സ്കൂളിംഗും ഖത്തർ വിദ്യാഭ്യാസ മന്ത്രാലയം അനുമതി നൽകി. ശാന്തിനികേതൻ ഇന്ത്യൻ സ്കൂളാണ് ഹോം സ്കൂൾ പദ്ധതി നടപ്പിലാക്കുന്നത്. പല കാരണങ്ങളാൽ പഠനം മുടങ്ങിയ ഖത്തറിലെ ഇന്ത്യൻ പ്രവാസി വിദ്യാർത്ഥികൾക്ക് അനുഗ്രഹമാണ് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ഹോം സ്കൂളിംഗിനുള്ള അനുമതി. CBSE സിലബസിലായിരിക്കും പഠനം. താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ശാന്തിനികേതൻ ഇന്ത്യൻ സ്കൂൾ വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്യാം. ഇന്ത്യൻ കമ്മ്യൂണിറ്റി എടുക്കുകയാണെങ്കിൽ ഇവിടെ CBSE സിലബസ് മാത്രമാണുള്ളത്. അതുപോലെ റെഗുലർ ഡേ സ്കൂളിംഗ് സിസ്റ്റവുമാണ് മിനിസ്ട്രിയിൽ നിന്ന് അപ്രൂവ്ഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ മാത്രം അഡ്രസ്സ് ചെയ്യപ്പെടാത്ത ചില വിദ്യാർത്ഥികളുടെ സിറ്റുവേഷൻസ് ഉണ്ട്. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വിദ്യാർത്ഥിയാണെങ്കിലും ആ വിദ്യാർത്ഥിക്ക് പ്രോപ്പർ എഡ്യൂക്കേഷൻ ആക്സസ് ഉണ്ടാവുക എന്നുള്ളത് ഖത്തർ ഗവൺമെൻറ്റിൻ്റെയും എഡ്യൂക്കേഷൻ റൈറ്റ്, അതുപോലെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ, ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഗ്രാജ്വലി ഉള്ള ഖത്തർ ഗവൺമെൻറ്റിൻ്റെ പോളിസി ഷിഫ്റ്റുകളിൽ വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഹോം സ്കൂളിംഗ് സംവിധാനത്തെ ഖത്തറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത്. അത് ഖത്തരികൾക്കും എക്സ്പാട്രിയേറ്റ്സിനും ഒന്നിച്ചാണ്. അപ്പോൾ അതിൽ ചില സ്കൂളുകളെ പൈലറ്റ് പ്രൊജക്റ്റ് എന്നുള്ളവർക്ക് സെലക്റ്റഡ് സ്കൂളുകൾക്കാണ് നൽകിയിരിക്കുന്നത്. അതിൽ ശാന്തിനികേതൻ ഇന്ത്യൻ സ്കൂളിനെയാണ് ഈ പൈലറ്റ് പ്രൊജക്റ്റ് ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ മിനിസ്ട്രി തിരഞ്ഞെടുത്തിട്ടുള്ളത്. 6ാം ക്ലാസ് അല്ലെങ്കിൽ 12 വയസ്സ് പൂർത്തിയായ കുട്ടികൾക്കാണ് ഹോം സ്കൂളിങ്ങിന് പ്രവേശനം നൽകുക. കുറഞ്ഞത് ഒരു വർഷമെങ്കിലും പഠനം തടസ്സപ്പെട്ടവരായിരിക്കണം. ഇന്ത്യൻ പൗരത്വവും ഖത്തറിൽ താമസരേഖയും വേണം. വിദ്യാർത്ഥികൾക്ക് ടെക്സ്റ്റ് ബുക്കുകൾ, വർക്ക്ഷീറ്റുകൾ, രജിസ്ട്രേഷൻ എന്നിവ ഓൺലൈൻ വഴി നൽകും. ആവശ്യമെങ്കിൽ തുടർ വർഷങ്ങളിൽ റെഗുലർ സ്കൂളിലേക്ക് മാറാനും അവസരമുണ്ട്. സ്കൂളിന്റെ സുപ്രധാനമായ മത്സര പരിപാടികളിൽ ഹോം സ്കൂൾ വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കാൻ സൗകര്യമൊരുക്കുമെന്നും സ്കൂൾ അധികൃതർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ മാനേജിംഗ് ഡയറക്ടർ KC അബ്ദുൽ ലത്തീഫ്, മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ് റഷീദ് അഹമ്മദ്, വൈസ് പ്രസിഡന്റ് അൻവർ ഹുസൈൻ, പ്രിൻസിപ്പാൾ റഫീഖ് റഹീം എന്നിവർ പങ്കെടുത്തു. മീഡിയ 1 ദോഹ.